ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടനും അനുമോളും കൂടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട്, വീടിൻ്റെ ഉള്ളിൽ ഒരു ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ അനീഷേട്ടാ, നമ്മൾ രണ്ടും ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു, ഒച്ച അനക്കൊന്നും കേൾക്കുന്നില്ല. അപ്പം നമ്മളാണല്ലേ അവിടുത്തെ ബഹളത്തിൻ്റെയൊക്കെ കാരണക്കാരെന്ന് അനുമോള് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ അവിടെ ഒരു ഒച്ചയും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, അവരെല്ലാം അകത്തുനിന്ന് വല്ല ഒച്ചയിടുന്നുണ്ടാവും, നമുക്ക് കേൾക്കാത്തതെന്നേ, എനിക്കൊന്നും കേൾക്കുന്നില്ല ശരിക്കും, എന്നാൽ അപ്പുറത്ത് മാറി നിന്ന് വല്ല ഗോസിപ്പും പറയുന്നുണ്ടാവും എല്ലാവരും കൂടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനീഷേട്ടൻ എത്ര തവണയാണ് ജയിലിൽ വന്നിട്ടുള്ളത്, ആരുടെ കൂടെ ആദ്യം വന്നിട്ടുള്ളത്? അനീഷേട്ടൻ പറഞ്ഞു, ആദ്യം ഞാൻ അനുമോളുടെ കൂടെ വന്നത്, പിന്നെ ഞാൻ ആദിലേൻ്റെ കൂടെ വന്നു, പിന്നെ ഞാൻ ഷാനവാസിൻ്റെ കൂടെ വന്നു, പിന്നെ ഞാൻ ലക്ഷ്മീൻ്റെ കൂടെ വന്നു, പിന്നെ ഞാൻ അനുമോളുടെ കൂടെ വന്നു. ഞാനും അപ്പോൾ 4 തവണ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആരുടെ കൂടെയൊക്കെ വന്നേന്ന്. അനീഷേട്ടൻ ഇങ്ങനെ ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെങ്കിലും ഭയങ്കര വിഷമായി അനുമോള് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അനീഷേട്ടൻ എനിക്ക് എന്താണെങ്കിലും ഭയങ്കര വിഷമായി, കാരണം ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി ഫുഡ് ഉണ്ടാക്കി തന്ന, നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി തന്ന നെബിന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് അനുമോള് പറയുന്നുണ്ട്. ആ സങ്കടം മാറ്റാനായി ഞാൻ കഞ്ഞി കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനീഷയുടെ പിണക്കമൊക്കെ മാറ്റിയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി വരികയാണ്. അനീഷേട്ടന് ഭയങ്കര വിഷമമായിരുന്നു. ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ ഞാൻ എന്താണെങ്കിലും വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ വന്നില്ല. ജയിൽ നോമിനേഷനിലാണ് വന്നിരിക്കുന്നത്. അടുത്ത തവണ ബിഗ് ബോസ് വേണ്ട ക്യാപ്റ്റൻ ആകാം അനീഷേട്ടാ, ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അനീഷേട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ജയിലിൽ വരിക എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവർ മാത്രമല്ല അനീഷേട്ടാ, നമ്മളിവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം പൊന്തുന്നുണ്ടെങ്കിലും നമ്മുടെ എന്താണെങ്കിലും ഇവർക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ജയിലിൽ വരുമെന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷേട്ടന്.